പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം. പ്രതികൾ പരോളിലിറങ്ങുന്നത് ഈ പ്രദേശത്തെ ക്രമസമാധാന നില തന്നെ തകർക്കുമെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ 24-നോട് പറഞ്ഞു. പ്രതികളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ്. കേസിൽ കോടതി വെറുതെ വിട്ടവരുടെ നേതൃത്വത്തിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും സത്യനാരായണൻ വെളിപ്പെടുത്തി. 24 പ്രൈം ടൈം വാർത്തയുമായി അരുൺ പാറയ്ക്കൽ ചേരും. അതിനുമുമ്പ് ചില പ്രതികരണം. ഇവർ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഇവിടെ കുഴപ്പങ്ങൾ ചെറിയ തോതിലല്ല വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്ന ഈ പ്രവൃത്തി. സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് ക്രിമിനലുകളെ പുറത്തുവിടുന്ന ഒരു സംഭവം അത് നാടിന് ആപത്താണ്. ഈ നിയമവിരുദ്ധമായി ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് എതിരെ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കും. അതേ നമുക്കതിന് ചെയ്യാൻ പറ്റും. വളരെയധികം വിഷമമുള്ള കാര്യമാണ്. അത് നമ്മൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ദുരന്തമായിട്ടാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ തന്നെ കാണുന്നില്ലേ, പോലീസ് സെക്യൂരിറ്റി കൂട്ടി. കാരണം ഇവരെ പുറത്ത് വിടുമ്പോൾ തന്നെ ഈ നാടിൻ്റെ സ്ഥിതി മനസ്സിലായി. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ കൂട്ടത്തോടെ പരോൾ അനുവദിച്ചതിൽ എന്തെങ്കിലും സർക്കാരിൻ്റെ അമിതമായ ഇടപെടലുണ്ടെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്? SKN, ഗുഡ് ഈവനിങ്. SKN, ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണം നിലനിൽക്കെയാണ് ഇപ്പോൾ ഒന്നാം പ്രതി A. പീതാംബരനും പരോൾ ലഭിച്ചത്. ഇന്നാണിപ്പോൾ A. പീതാംബരൻ ജയിലിൽ നിന്ന് ഇറങ്ങി കാസർഗോഡ് ജില്ലയിലേക്ക് എത്തിയത്. A. പീതാംബരന് 1 മാസത്തേക്ക് പരോൾ അനുവദിച്ചിരുന്നു. വീട്ടിൽ കുടുംബത്തിലുള്ളവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പരോളിനായി A. പീതാംബരൻ കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിന് തുടർച്ചയെന്നോണം 7-ാം പ്രതിക്കും 7-ാം പ്രതി A. അശ്വിനും ഈ പരോൾ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2-ാം പ്രതി സജി C. ജോർജിന് പരോൾ അനുവദിച്ചിരുന്നു. 5-ാം പ്രതി ഗിജിൻ ഗംഗാധരനും 15-ാം പ്രതി ജിഷ്ണു സുരയും പരോളിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ നൽകാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ, അതായത് കല്യോട്ട് മേഖലയിൽ ഒരു സംഘർഷം നടന്നിരുന്നു. അത് ഈ കോടതി വെറുതെ വിട്ട പ്രതികളും ഇതിലെ ഒരു സാക്ഷിയും തമ്മിലായിരുന്നു. ഇങ്ങനെ സാക്ഷികളെ പേടിപ്പിക്കാനും അതുപോലെ തന്നെ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ഈ കോടതി വെറുതെ വിട്ട ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന നേരത്തെ തന്നെ ഒരു ആരോപണം നിലനിൽക്കുകയാണ് ഇന്നലെ വൈകിട്ട് പ്രദേശത്തൊരു സംഘർഷവും വാക്കുതർക്കവും ഒക്കെ നടന്നത്. കല്യോട്ട് മേഖലയിൽ ഇപ്പോൾ പോലീസിന്റെ കാവൽ അത് ശക്തമാക്കിയിട്ട് സുരക്ഷ ശക്തമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20ഓളം വരുന്ന പോലീസ് സംഘമാണ് അവിടെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സത്യനാരായണൻ പറയുന്നത് ഇങ്ങനെ പ്രതികൾക്ക് നിരന്തരമായി പരോൾ നൽകുകയാണെങ്കിൽ അത് പ്രദേശത്തെ ക്രമസമാധാന നിലയെ ബാധിക്കുമെന്നാണ്. ഒപ്പം ഈ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ഈ പ്രതികൾ ശ്രമിക്കുന്നുണ്ട്. പ്രതികളും അതുപോലെ തന്നെ പുറത്തുള്ളവരുമൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബവുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഇരുവരും പറയുന്നത് ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ്. എന്തായാലും ഈ പ്രതികൾക്ക് ഇങ്ങനെ പരോൾ നൽകുന്നതിന് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.